സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1878 സി നാരായണപിള്ളയുടെയും ചന്ദ്രമണി അമ്മയുടെയും മകനായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജനിച്ചു. കേരളത്തിലെ പ്രശസ്തനായ പത്രപ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹിക രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു ഇദ്ദേഹം. നേരിട്ട് ആയുധസമരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തും പത്രപ്രവർത്തനവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ പ്രചോദനമായി. പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന ഇദ്ദേഹം സത്യസന്ധവും നിർഭയവുമായ പത്രപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തിരുവിതാംകൂർ ഭരണകൂടത്തിലെ അഴിമതിയും അധികാര ദുരുപയോഗവും ശക്തമായി വിമർശിച്ചു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനും ലേഖനങ്ങൾ എഴുതി. പത്രസ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ശക്തമായ വക്താവായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ കാരണം 1910 തിരുവിതാംകൂർ സർക്കാർ സ്വദേശാഭിമാനി അച്ചടി യന്ത്രം പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തലിന് ശേഷം രാമകൃഷ്ണപിള്ള തിരുവിതാംകൂറിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ താമസിച്ച് എഴുത്തും സാമൂഹിക പ്രവർത്തനങ്ങളും തുടർന്നു. 1912 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ഗ്രന്ഥം പത്രപ്രവർത്തനത്തിലെ ധാർമ്മികത, ഉത്തരവാദിത്വം, സത്യസന്ധത എന്നിവയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ആദർശപരമായ പുസ്തകമാണ്. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയബോധവും വളർത്താൻ ലേഖനങ്ങൾ എഴുതുകയും ബ്രിട്ടീഷ് ഭരണത്തെയും തിരുവിതാംകൂർ ഭരണകൂടത്തിലെ അനീതികളെയും ധൈര്യമായി വിമർശിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തു. 1903 കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരിച്ച മലയാളിയുടെ എഡിറ്റർ കൂടിയായിരുന്നു ഇദ്ദേഹം. കേരളൻ, ശാരദ, കേരള ദർപ്പണം, വിദ്യാർത്ഥി തുടങ്ങിയ മാസികകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മേൽനോട്ടത്തിൽ പുറത്തിറങ്ങിയവയാണ്. കാൾ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി രചന നടത്തുകയും ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് ഡൽഹി ദർബാർ, കേരള ഭാഷോത്പത്തി, പത്രധർമ്മം, വാമനൻ, ബാലകലേശ നിരൂപണം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. ഈ കൃതിയിൽ അദ്ദേഹം തിരുവിതാംകൂർ ഭരണകൂടം തന്നെ നാടുകടത്തിയ സംഭവങ്ങളും അതിനു പിന്നാലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പത്രപ്രവർത്തനത്തിലെ സംഭവങ്ങളും സ്വന്തം ചെയ്തു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1916 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മാരകം പയ്യാമ്പലത്തും അദ്ദേഹത്തിൻ്റെ പ്രതിമ പാളയം തിരുവനന്തപുരത്തും സ്ഥിതി ചെയ്യുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി വി കല്യാണിക്കുട്ടിയമ്മ എഴുതിയ പുസ്തകമാണ് വ്യായവട്ട സ്മരണകൾ. സ്വതന്ത്ര പത്രപ്രവർത്തനത്തിനും അഴിമതിക്കെതിരായ പോരാട്ടത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ധീര പത്രപ്രവർത്തകനായാണ് അദ്ദേഹത്തെ ഇന്നും ഓർമ്മിക്കുന്നത്.